വെൽക്കം ടു സിനിമോസഫി. വാക്കുകളേക്കാൾ മുറിവുകൾ സംസാരിച്ച സിനിമകളായിരുന്നു അയാളുടേത്. നിശബ്ദതയും രക്തവും സമാസമം ചേർത്ത് അയാൾ നിർമ്മിച്ച സിനിമകൾ പ്രേക്ഷകരുടെ മനസ്സിൽ തീരാ മുറിവുകളുണ്ടാക്കി. ലോക സിനിമാ ചരിത്രത്തിലെ ഏറ്റവും വിചിത്രവും അതേസമയം അത്ഭുതപ്പെടുത്തുന്നതുമായ ഒരു അധ്യായമാണ് ദക്ഷിണ കൊറിയൻ സംവിധായകൻ കിം കിഡുക്. ഔപചാരിക വിദ്യാഭ്യാസത്തിന്റെ പിൻബലമില്ലാതെ ഫാക്ടറി തൊഴിലാളിയിൽ നിന്ന് കാൻ ഫെസ്റ്റിവൽ പോലുള്ള പുരസ്കാര വേദികളിലേക്ക് നടന്നുകയറിയ അദ്ദേഹം സിനിമയെ ഒരു മെഡിറ്റേഷനായും അതേസമയം ഒരു ആയുധമായും ഉപയോഗിച്ചു. മനോഹരമായ ദൃശ്യങ്ങളിലൂടെ ക്രൂരമായ വയലൻസ് കഥകൾ പറഞ്ഞ കിം കിഡുക് ലോകത്തിന് ഉത്തരമില്ലാത്ത ഒരു ചോദ്യമായിരുന്നു. ലോക സിനിമാവേദിയിലെ പ്രഗത്ഭനായ ഈ സംവിധായകൻ വിവാദങ്ങളുടെ കരിനിഴലിൽ ഒടുങ്ങിയത് സിനിമാ ചരിത്രത്തിലെ തന്നെ വലിയൊരു വൈരുദ്ധ്യമാണ്. സെക്ഷൽ വയലൻസ് ഉൾപ്പെടെ നിരവധി ആരോപണങ്ങളാണ് അവസാന കാലത്ത് അദ്ദേഹത്തിനെതിരെ ഉയർന്നത്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കൊറിയൻ സിനിമയെ ലോക സിനിമാ ഭൂപടത്തിൽ അടയാളപ്പെടുത്തിയ പ്രശസ്ത സംവിധായകൻ കിം കിഡുക്കിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ സിനിമകളെക്കുറിച്ചുമാണ്. ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. സമകാലിക ലോക സിനിമയിലെ ഏറ്റവും പ്രഗത്ഭരും അതേസമയം ഏറ്റവും വിവാദമുണ്ടാക്കിയതുമായ സംവിധായകരിൽ ഒരാളാണ് കിം കിഡുക്. ഔപചാരികമായ സിനിമാ വിദ്യാഭ്യാസമില്ലാതെ പോപ്പുലർ കൊറിയൻ സിനിമയ്ക്ക് പുറത്തു നിന്നുകൊണ്ട് അദ്ദേഹം സൃഷ്ടിച്ച ചലച്ചിത്ര ഭാഷ ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേമികളെയും നിരൂപകരെയും ഒരുപോലെ അത്ഭുതപ്പെടുത്തി. മനോഹരമായ ദൃശ്യങ്ങളും ക്രൂരമായ വയലൻസും ഇടകലർന്നതാണ് അദ്ദേഹത്തിന്റെ സിനിമകൾ. മനുഷ്യന്റെ ഏകാന്തത, വേദന, പ്രണയം, അതിജീവനം എന്നിവയെക്കുറിച്ചുള്ള അന്വേഷണങ്ങളായിരുന്നു ആ സിനിമകളെല്ലാം. വെന്നീസ്, ബെർലിൻ, കാൻ തുടങ്ങിയ അന്താരാഷ്ട്ര ചലച്ചിത്രമേളകളിൽ ഉന്നത പുരസ്കാരങ്ങൾ നേടിയ അദ്ദേഹം കൊറിയൻ സിനിമയെ ലോക ഭൂപടത്തിൽ എത്തിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച സംവിധായകനാണ്. ഇത്രയൊക്കെ ഉന്നതിയിലെത്തിയ മനുഷ്യനായിരുന്നു കിം കിഡുക്കെങ്കിലും മോശമായ ഒരുപാട് വിവാദങ്ങളും അദ്ദേഹത്തെ പിന്തുടർന്നു. പീഡന ആരോപണങ്ങളും സിനിമയിലെ സ്ത്രീവിരുദ്ധതയും അദ്ദേഹത്തെ ജീവിതകാലം മുഴുവൻ വേട്ടയാടി. 2020 കോവിഡ് ബാധിച്ച് മരിക്കുന്നതുവരെ വിവാദങ്ങൾ അദ്ദേഹത്തെ വിടാതെ പിന്തുടർന്നു. 1960 ഡിസംബർ 20 ദക്ഷിണ കൊറിയയിലെ ബോങ്വ എന്ന മലയോര ഗ്രാമത്തിലാണ് കിം കിഡുക് ജനിച്ചത്. കൊറിയൻ യുദ്ധത്തിൽ പങ്കെടുത്ത അദ്ദേഹത്തിന്റെ അച്ഛൻ പട്ടാളച്ചിട്ടയുള്ള ആളായിരുന്നു. അക്രമത്തിലൂടെയായിരുന്നു അയാൾ കുട്ടികളെ പാഠം പഠിപ്പിച്ചിരുന്നത്. 9-ാം വയസ്സിൽ കിം കിഡുക്കിന്റെ കുടുംബം തലസ്ഥാനമായ സിയോളിലേക്ക് താമസം മാറി. കടുത്ത ദാരിദ്ര്യം കാരണം 14-ാം വയസ്സിൽ അദ്ദേഹത്തിന് സ്കൂൾ വിദ്യാഭ്യാസം അവസാനിപ്പിക്കേണ്ടി വരുന്നുണ്ട്. തുടർന്ന് അദ്ദേഹം വിവിധ ഫാക്ടറികളിൽ തൊഴിലാളിയായി ജോലി ചെയ്തു. 20-ാം വയസ്സിൽ അദ്ദേഹം കൊറിയൻ മറൈൻ ഫോഴ്സിൽ ചേർന്നു. 1980 മുതൽ 85 വരെ അദ്ദേഹം ഒരു മറൈൻ സൈനികനായി ജീവിച്ചു. സൈനിക സേവനത്തിന് ശേഷം കിം കിഡുക് ആത്മീയതയിലേക്ക് തിരിയുന്നുണ്ട്. കാഴ്ചയില്ലാത്തവർക്കായുള്ള ഒരു ചർച്ചിൽ അദ്ദേഹം 2 വർഷം ചിലവഴിച്ചു. അവിടെ ഒരു പുരോഹിതനാവുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം. പക്ഷെ കലയോടുള്ള അടങ്ങാത്ത അഭിനിവേശം അദ്ദേഹത്തിനെ അതിന് സമ്മതിച്ചില്ല. താമസിയാതെ അദ്ദേഹം കലയുടെ ഈറ്റില്ലമായ പാരീസിലേക്ക് വിമാനം കയറി. 1990-ലാണ് കയ്യിലുണ്ടായിരുന്ന സമ്പാദ്യമെല്ലാം കൂട്ടിവെച്ച് കിം കിഡുക് പാരീസിൽ ചെന്നിറങ്ങുന്നത്. പാരീസിന്റെ തെരുവുകളിൽ ചിത്രങ്ങൾ വരച്ചും വിറ്റുമാണ് അദ്ദേഹം ജീവിച്ചത്. ഇവിടെ വെച്ചാണ് അദ്ദേഹം ആദ്യമായി ഒരു സിനിമ തിയേറ്ററിൽ പോയി കാണുന്നത്. സിനിമയുടെ ആ മാന്ത്രിക വെളിച്ചം ഒരു ലഹരിയായി കിം കിഡുക്കിനെ പൊതിഞ്ഞു. തുടരെ അദ്ദേഹം സിനിമകൾ കണ്ടു. 2 സിനിമകളാണ് ഈ കാലയളവിൽ കിം കിഡുക്കിനെ സ്വാധീനിച്ചത്. ലിയോസ് കാരക്സിന്റെ ദ ലവേഴ്സ് ഓൺ ദി ബ്രിഡ്ജും ജൊനാഥൻ ഡെമ്മിന്റെ ദ സൈലൻസ് ഓഫ് ദി ലാംപ്സും. ഒരു സംവിധായകനാകണം എന്ന് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് ഈ 2 സിനിമകളാണെന്ന് പറയാം. സംവിധായകനാകണം എന്ന തീരുമാനമെടുത്തതിനു ശേഷം കിം കിഡുക്ക് തിരിച്ചു കൊറിയയിലേക്ക് വിമാനം കയറി. കൊറിയയിൽ തിരിച്ചെത്തിയ കിം കിഡുക്ക് ഇടതടവില്ലാതെ തിരക്കഥകൾ എഴുതാൻ തുടങ്ങി. ഒരുപാട് പ്രത്യേകതകളുള്ള തിരക്കഥകളാണ് അദ്ദേഹത്തിൻ്റെത്. സംഭാഷണങ്ങളുടെ കുറവ്, ബോഡി ലാംഗ്വേജിലൂടെയുള്ള ആശയവിനിമയം, അക്രമം, ലൈംഗികത എന്നിവയാണ് കിം കിഡുക്കിന്റെ സിനിമകളിൽ പ്രധാനമായും കണ്ടുവരുന്ന കോമൺ ഫാക്ടേഴ്സ്. കിം കിഡുക്കിന്റെ സിനിമകളിലെ പ്രധാന കഥാപാത്രങ്ങൾ പലപ്പോഴും സംസാരിക്കാത്തവരോ വളരെ കുറച്ചു മാത്രം സംസാരിക്കുന്നവരോ ആണ്. വാക്കുകളിലൂടെയുള്ള ആശയവിനിമയത്തിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് തന്റെ കഥാപാത്രങ്ങൾ മൗനം പാലിക്കുന്നതെന്ന് കിം കിഡുക്ക് തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. വാക്കുകൾക്ക് പകരം നോട്ടങ്ങളിലൂടെയും സ്പർശനങ്ങളിലൂടെയും ചിലപ്പോൾ അക്രമത്തിലൂടെയുമാണ് അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ പ്രേക്ഷകരോട് സംസാരിക്കാറുള്ളത്. കൊറിയൻ സംസ്കാരത്തിന്റെയും അവരുടെ ആത്മീയതയുടെയും ഭാഗമായ വികാരമാണ് ഹാൻ എന്ന കൊറിയൻ പദത്തെ ഒറ്റവാക്കിൽ മലയാളീകരിക്കാൻ പാടാണ്. ദുഃഖം, അമർഷം, നിസ്സഹായത ഇതെല്ലാം കൂടിച്ചേർന്ന ഒരു വികാരമാണ് ഹാൻ എന്ന് പറയുന്നത്. ഈ ഒരു വികാരം കിം കിഡുക്കിന്റെ എഴുത്തുകളിലും സിനിമകളിലും നമുക്ക് കാണാനാകും. ചരിത്രപരമായി കൊറിയ അനുഭവിച്ച അധിനിവേശങ്ങളും യുദ്ധങ്ങളും സൃഷ്ടിച്ച ആഴത്തിലുള്ള മുറിവുകൾ കിം കിഡുക്കിന്റെ കഥാപാത്രങ്ങളിൽ നമുക്ക് കാണാനാകും. അഡ്രസ് അൺനോൺ എന്ന സിനിമയിൽ അമേരിക്കൻ സൈനിക താവളത്തിന് സമീപം ജീവിക്കുന്ന കൊറിയക്കാരുടെ ജീവിതത്തിലൂടെ ഈ ഹാൻ എന്ന വികാരം അദ്ദേഹം നമുക്ക് കൃത്യമായി കാണിച്ചു തരുന്നുണ്ട്.
കിം കിഡുക്കിന്റെ സിനിമകൾ പലപ്പോഴും അങ്ങേയറ്റം വയലൻസ് നിറഞ്ഞതാണ്. എന്നാൽ ഈ അക്രമം കേവലം വിനോദമല്ല, മറിച്ച് കഥാപാത്രങ്ങളുടെ ആന്തരിക വേദനയുടെയും ആശയവിനിമയത്തിനുള്ള അവശേഷിക്കുന്ന ഏക മാർഗത്തിന്റെയും ആവിഷ്കാരമാണ്. ദ ഐൽ എന്ന സിനിമയിൽ ചൂണ്ടക്കുളത്തുകൾ ഉപയോഗിച്ചുള്ള സ്വയം പീഡനവും ബാഡ് ഗൈ എന്ന സിനിമയിലെ നിർബന്ധിത വേശ്യാവൃത്തിയും ഇതിന് ഉദാഹരണങ്ങളാണ്. അരികുവൽക്കരിക്കപ്പെട്ട കഥാപാത്രങ്ങൾ അദ്ദേഹത്തിന്റെ സിനിമകളുടെ മറ്റൊരു പ്രത്യേകതയാണ്. സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടവരാകും കിം കിഡുക്കിന്റെ മിക്ക കഥാപാത്രങ്ങളും. വേശ്യകൾ, ഗുണ്ടകൾ, വീടില്ലാത്തവർ, സാമൂഹിക ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ടവർ, ഇത്തരത്തിൽ മാറ്റി നിർത്തപ്പെട്ട ആരെങ്കിലുമാകും മിക്കവാറും അദ്ദേഹത്തിന്റെ എല്ലാ സിനിമകളിലെയും പ്രധാന കഥാപാത്രങ്ങൾ. 1996 ഇറങ്ങിയ ക്രോക്കഡൈൽ എന്ന സിനിമയാണ് കിം കിഡുക്കിന്റെ ആദ്യ സിനിമ. സിയോളിലെ ഹാൻ നദിയിലെ പാലത്തിനു കീഴിൽ ജീവിക്കുന്ന ക്രോക്കഡൈൽ എന്നറിയപ്പെടുന്ന ഒരു മനുഷ്യന്റെ കഥയാണിത്. പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്യുന്നവരുടെ മൃതദേഹങ്ങൾ പോലീസിനെ അറിയിക്കാതെ ഒളിപ്പിച്ചുവെച്ച് മരിച്ചവരുടെ ബന്ധുക്കളിൽ നിന്ന് പണം തട്ടുന്നതാണ് ഇയാളുടെ തൊഴിൽ. ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച ഒരു യുവതിയെ ഇയാൾ രക്ഷിക്കുകയും പിന്നീട് അവരുമായി സങ്കീർണമായ ഒരു ബന്ധം സ്ഥാപിക്കുകയും ചെയ്യുന്നു. ലൈംഗിക ആക്രമണവും ക്രൂരതയും നിറഞ്ഞ ഈ ചിത്രം കൊറിയൻ നിരൂപകർക്കിടയിൽ വലിയ ചർച്ചകൾക്ക് കാരണമായി. 2000 ഇറങ്ങിയ ദ ഐൽ എന്ന സിനിമയാണ് കിം കിഡുക്കിനെ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധേയനാക്കിയത്. തടാകത്തിൽ ഒഴുകി നടക്കുന്ന ചെറിയ കുടിലുകൾ വാടകയ്ക്ക് നൽകുന്ന ഊമയായ ഒരു സ്ത്രീയും അവിടെ ഒളിച്ചു താമസിക്കാനെത്തുന്ന മുൻ പോലീസുകാരനും തമ്മിലുള്ള വിചിത്ര പ്രണയമാണ് സിനിമയുടെ ഇതിവൃത്തം. ഒരുപാട് വയലൻസ് രംഗങ്ങൾ നിറഞ്ഞ സിനിമയാണ് ഇത്. വെനീസ് ഫിലിം ഫെസ്റ്റിവലിൽ ഈ സിനിമ പ്രദർശിപ്പിച്ച സമയത്ത് ചില പ്രേക്ഷകർ ബോധരഹിതരാവുകയും ചിലർ ഛർദ്ദിക്കുകയും ചെയ്തിട്ടുണ്ട്. മൃഗങ്ങളോടുള്ള ക്രൂരതയുണ്ടെന്ന് പറഞ്ഞ് ബ്രിട്ടനിലും മറ്റും ഈ സിനിമയുടെ റിലീസ് വൈകിപ്പിച്ചിരുന്നു. ജീവനോടെ തവളയുടെ തൊലിയിരിക്കുക, ജീവനുള്ള മീനിനെ പകുതി മുറിച്ച് വെള്ളത്തിലിടുക തുടങ്ങിയ സീനുകൾ ഈ സിനിമയിൽ നമുക്ക് കാണാനാകും. 2001 ഇറങ്ങിയ ബാഡ് ഗൈ എന്ന സിനിമയാണ് കൊറിയയിൽ സാമ്പത്തിക വിജയം നേടുന്ന കിം കിഡുക്കിന്റെ ആദ്യ സിനിമ. ഒരു കോളേജ് വിദ്യാർത്ഥിയെ തട്ടിക്കൊണ്ടുപോയി വേശ്യാവൃത്തിയിലേക്ക് തള്ളിയിടുന്ന ഒരു ഗുണ്ടയുടെ കഥയാണിത്. സംസാരിക്കാൻ കഴിയാത്ത നായകൻ തന്നെ അപമാനിച്ച പെൺകുട്ടിയോട് കാണിക്കുന്ന പ്രതികാരവും ഒടുവിൽ അത് പ്രണയമായി മാറുന്നതുമാണ് പ്രമേയം. സ്ത്രീവിരുദ്ധതയുടെ പേരിൽ ഈ സിനിമ ഏറെ വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. കിം കിഡുക്കിന്റെ കരിയറിൽ വഴിത്തിരിവായത് 2003 ഇറങ്ങിയ സ്പ്രിംഗ്, സമ്മർ, ഫാൾ, വിന്റർ ആൻഡ് സ്പ്രിംഗ് എന്ന സിനിമയാണ്. അക്രമവും ക്രൂരതയും നിറഞ്ഞ മുൻ ചിത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ബുദ്ധമത തത്വങ്ങളും പ്രകൃതിയുടെ സൈക്ലിങ്ങും പ്രമേയമാക്കിയ ശാന്തമായ സിനിമയാണിത്. ഒരു തടാകത്തിന് നടുവിൽ ഒഴുകി നടക്കുന്ന ഒരു ബുദ്ധവിഹാരത്തിലാണ് കഥ നടക്കുന്നത്. 5 കാലങ്ങളിലൂടെയാണ് സിനിമ കഥ പറയുന്നത്. അതായത് വസന്തം, വേനൽ, ശരത്കാലം, ശൈത്യം, വീണ്ടും വസന്തം. ഒരു ബുദ്ധ സന്യാസിയുടെ ജീവിതത്തിലെ വിവിധ ഘട്ടങ്ങളായ ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം എന്നിവയാണ് ഈ സിനിമയിലൂടെ അദ്ദേഹം ആവിഷ്കരിക്കുന്നത്. ഓരോ കാലവും മനുഷ്യജീവിതത്തിലെ പാപം, പ്രായശ്ചിത്തം, ജ്ഞാനോദയം എന്നിവയെ സൂചിപ്പിക്കുന്നു. ഈ ചിത്രത്തിന്റെ അവസാന ഭാഗങ്ങളിൽ മുതിർന്ന സന്യാസിയായി അഭിനയിച്ചിരിക്കുന്നത് കിം കിഡുക്ക് തന്നെയാണ്. ഈ ചിത്രം അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രശംസ പിടിച്ചുപറ്റി. കിം കിഡുക്കിന്റെ ഏറ്റവും മികച്ച ചിത്രങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്ന സിനിമയാണ് 2004 ഇറങ്ങിയ 3 അയൺ. വെനീസ് ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച സംവിധായകനുള്ള സിൽവർ ലയൺ പുരസ്കാരം ഈ സിനിമയിലൂടെ കിം കിഡുക്ക് നേടുന്നുണ്ട്. ആളുകളില്ലാത്ത സമയത്ത് വീടുകളിൽ കയറി താമസിക്കുന്ന ഒരാളാണ് സിനിമയിലെ നായകൻ. അവൻ ഒന്നും മോഷ്ടിക്കുന്നില്ല, മറിച്ച് അവിടെ എന്തെങ്കിലും നന്നാക്കാനുണ്ടെങ്കിൽ നന്നാക്കുകയും തുണികൾ അലക്കുകയും ചെയ്യും. ഒരിക്കൽ ഒരു വീട്ടിൽ വെച്ച് ഭർത്താവിന്റെ പീഡനമേൽക്കുന്ന സ്ത്രീയെ അവൻ കണ്ടുമുട്ടുന്നു. അവൾ അവനോടൊപ്പം ഇറങ്ങിപ്പോകുന്നു. സിനിമയിലുടനീളം നായകനും നായികയും തമ്മിൽ ഒരു വാക്കുപോലും സംസാരിക്കുന്നില്ല. ജയിലിൽ വെച്ച് നായകൻ പഠിച്ചെടുക്കുന്ന അദൃശ്യനാകാനുള്ള കഴിവ് സിനിമയ്ക്കൊരു ഫാന്റസി മാനം നൽകുന്നുണ്ട്. ഈ സിനിമ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും കണ്ടു നോക്കണം. പിയത്ത എന്ന സിനിമയാണ് 2012 കിം കിഡുക്ക് ചെയ്യുന്നത്. വെനീസ് ഫിലിം ഫെസ്റ്റിവലിൽ ഗോൾഡൻ ലയൺ പുരസ്കാരം നേടുന്ന ആദ്യ കൊറിയൻ ചിത്രമായി ഈ സിനിമ മാറി. പിന്നീട് മോബിയസ്, 1 on 1, ദ നൈറ്റ് തുടങ്ങി നിരവധി സിനിമകൾ അദ്ദേഹം ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ സമയങ്ങളെല്ലാം കിം കിഡുക്ക് വളരെയധികം വിമർശിക്കപ്പെട്ട സമയം കൂടിയായിരുന്നു. സിനിമകളിൽ സ്ത്രീവിരുദ്ധതയും വയലൻസും അധികമാണെന്നായിരുന്നു അദ്ദേഹത്തിനെതിരെ പ്രധാനമായി ഉയർന്ന വിമർശനം. 2017-18 കാലഘട്ടങ്ങളിൽ കൊറിയയിൽ വീശിയടിച്ച മീറ്റു ക്യാമ്പയിനിലും കിം കിഡുക്കിനെതിരെ നിരവധി പരാതികൾ ഉയർന്നു. മോബിയസ് എന്ന സിനിമയുടെ ചിത്രീകരണ വേളയിൽ ഒരു നടിയെ മർദ്ദിക്കുകയും തിരക്കഥയിലില്ലാത്ത ലൈംഗിക സീനുകളിൽ അഭിനയിക്കാൻ നിർബന്ധിക്കുകയും ചെയ്തു എന്നത് അദ്ദേഹത്തിനെതിരെ ഉയർന്ന പ്രധാന പരാതികളിൽ ഒന്നായിരുന്നു. പിന്നീട് മറ്റു സ്ത്രീകളും അദ്ദേഹത്തിനെതിരെ ബലാത്സംഗ ആരോപണങ്ങളുമായി രംഗത്തെത്തി. ഇത് അദ്ദേഹത്തിന്റെ കരിയറിനെ സാരമായി ബാധിച്ചു. കൊറിയൻ സിനിമാ ലോകത്ത് അദ്ദേഹം ഒറ്റപ്പെട്ടു. എന്നാൽ താൻ ആരെയും ബലം പ്രയോഗിച്ച് കീഴ്പ്പെടുത്തിയിട്ടില്ലെന്നും ഉഭയകക്ഷി
സമ്മതപ്രകാരമുള്ള ബന്ധങ്ങളെ ഉണ്ടായിട്ടുള്ളൂ എന്നും കിം കിഡുക് വാദിച്ചു. തെളിവുകളുടെ അഭാവത്തിൽ ചില കേസുകൾ തള്ളപ്പെട്ടെങ്കിലും അദ്ദേഹത്തിന്റെ പ്രതിച്ഛായയ്ക്ക് കനത്ത മങ്ങലേറ്റു. കിം കിഡുക്കിനെ കുറിച്ച് പറയുമ്പോൾ വിട്ടുപോകാൻ പാടില്ലാത്ത ഒന്നാണ് അതിരംഗ് എന്ന ഡോക്യുമെന്ററി. ഒരു ഏറ്റുപറച്ചിൽ എന്ന നിലയിൽ അദ്ദേഹം തന്നെ ചെയ്ത ഡോക്യുമെന്ററിയാണ്. ആ ഡോക്യുമെന്ററിയുടെ പശ്ചാത്തലം ഇങ്ങനെയാണ്. 2008 ഡ്രീം എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെ നടിക്ക് സംഭവിച്ച ഒരു അപകടം കിം കിഡുക്കിനെ മാനസികമായി തളർത്തി. തൂങ്ങി മരിക്കുന്ന ഒരു രംഗം ചിത്രീകരിക്കുമ്പോൾ നടി ശരിക്കും ശ്വാസം മുട്ടി മരിക്കാറായി. ഇത് അദ്ദേഹത്തെ വല്ലാതെ ഉലച്ചു. തുടർന്ന് അദ്ദേഹം 3 വർഷത്തോളം സിനിമയിൽ നിന്ന് വിട്ടുനിന്നു. ഒരു മലമുകളിലെ ഒറ്റപ്പെട്ട വീട്ടിൽ താമസിച്ചു. അവിടെ വെച്ച് അദ്ദേഹം സ്വയം ചിത്രീകരിച്ച ഡോക്യുമെന്ററിയാണ് അതിരംഗ്. ഇതിൽ അദ്ദേഹം മദ്യപിച്ച് കരയുന്നതും സ്വന്തം ജീവിതത്തെയും സിനിമകളെയും കുറിച്ച് സംസാരിക്കുന്നതും നമുക്ക് കാണാം. തന്റെ ശിഷ്യന്മാർ തന്നെ വഞ്ചിച്ചതിനെ കുറിച്ചും കൊറിയൻ സിനിമാ വ്യവസായത്തോടുള്ള അമർഷവും അദ്ദേഹം ഇതിൽ തുറന്നു പറഞ്ഞു. കാൻ ഫെസ്റ്റിവലിൽ അൺസർട്ടൺ റിഗാർഡ് വിഭാഗത്തിൽ ഈ ഡോക്യുമെന്ററി പുരസ്കാരം നേടി. മോശം ക്ലൈമാക്സ് ആയിരുന്നു കിം കിഡുക് എന്ന സംവിധായകന് കാലം കാത്തുവച്ചിരുന്നത്. ലൈംഗിക ആരോപണങ്ങളെ തുടർന്ന് കൊറിയയിൽ നിന്ന് പുറത്തുപോയ കിം കിഡുക് റഷ്യയിലും ബാൾട്ടിക് രാജ്യങ്ങളിലും സിനിമ ചെയ്യാൻ ശ്രമിച്ചു. ചില ശ്രമങ്ങളെല്ലാം വിജയിച്ചു. 2020 ഡിസംബറിൽ കോവിഡ് ബാധിച്ച അദ്ദേഹം ഡിസംബർ 11 തന്റെ 60ാം ജന്മദിനത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ മരണമടഞ്ഞു. മരണശേഷം 2022 പുറത്തിറങ്ങിയ കോൾ ഓഫ് ഗോഡ് ആണ് അദ്ദേഹത്തിന്റെ അവസാന ചിത്രം. കിർഗിസ്ഥാൻ പശ്ചാത്തലത്തിൽ ഒരുക്കിയ ഈ ചിത്രം പ്രണയവും സ്വപ്നവും യാഥാർത്ഥ്യവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. കിം കിഡുക് വിശുദ്ധനായിരുന്നില്ല, എന്നാൽ ഒരു ഭീകരനുമായിരുന്നില്ല. അയാൾ മനുഷ്യാവസ്ഥയുടെ ഏറ്റവും ഇരുണ്ട കോണുകളിലേക്ക് എത്തിനോക്കിയ കലാകാരനായിരുന്നു. മൃഗങ്ങളോടുള്ള ക്രൂരതയും സ്ത്രീവിരുദ്ധതയും അദ്ദേഹത്തിന്റെ സിനിമകളെ കളങ്കപ്പെടുത്തുമ്പോൾ ത്രീ അയൺ പോലുള്ള ചിത്രങ്ങൾ നൽകുന്ന അനുഭൂതി മറന്നുകളയാൻ ആവില്ല. വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ ആ ജീവിതം സിനിമയെ പോലെ തന്നെ ഒരേ സമയം സുന്ദരവും ഭയാനകവുമായിരുന്നു. വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.